നിയോഗം സമർപ്പിക്കുന്നതിന് മുമ്പ് നമ്മെ തന്നെ വിശദീകരിച്ച് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന കൂടി ആരോടെങ്കിലും ക്ഷമിക്കുവാനുണ്ടെങ്കിൽ ക്ഷമിച്ച് എളിമയോടും വിനയത്തോടും കൂടി ഈശോയുടെ തിരുമുൻപിൽ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ബൈബിൾ തുറക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. റൂത്ത് 2-ാം അധ്യായം 12-ാം വാക്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. വിനയത്തോടും എളിമയോടും കൂടി കർത്താവിൻ്റെ സ്ഥിരസന്നിധിയിൽ നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് യാചിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളായ സാമ്പത്തികമായ വലിയ കടബാധ്യതകളാൽ കഴിയുന്ന നാഥ, ഞങ്ങൾ ആരാലും സഹായിക്കപ്പെടാനില്ല. ഏകാശ്രയം ഈശോയെ അങ്ങ് മാത്രമാണ്. അങ്ങൊന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതിയല്ലോ ഈശോയെ. അങ്ങ് ദൂതന്മാരെ അയച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണേ നാഥ. മരുന്ന് കഴിക്കുമ്പോൾ ആ രോഗത്തിന് മേൽ അത്ഭുതം പ്രവർത്തിക്കണമേ. മരുന്നോ ലേപനമല്ല, അങ്ങയുടെ വചനമാണ് അവരെ സൗഖ്യപ്പെടുത്തുന്ന അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ ഈശോയെ. തലചായ്ക്കുവാൻ സ്വന്തമായ ഒരു ഭവനമില്ലാത്ത എല്ലാ മക്കളെയും അനുഗ്രഹിക്കണേ നാഥ. ഒരു ഭവനം നൽകി അവരെ അനുഗ്രഹിക്കണേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. ജ്ഞാനത്താൽ അവരെ വളർത്തണമേ ഈശോയെ. ദൈവത്തിനും മനുഷ്യർക്കും അനുസരണയുള്ള കുഞ്ഞുങ്ങളായി വളരുവാൻ വരും തലമുറയെ അനുഗ്രഹിക്കണമേ. ആമേൻ.